السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും രക്ഷിതാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാരും ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സ്വാമിമാരെ, അൽ മവാഹിബുൽ ജലിയ, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന് അള്ളാഹു രചിച്ച അൽ മവാഹിബുൽ ജലിയ, അതിൽ നിന്നുള്ള ഭയഭക്തി എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണെന്ന് പാരായണം ചെയ്യുന്നത്. തഴവ ഉസ്താദിന് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദർജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എനിക്കുള്ള കണ്ണും തോരലില്ലേ എന്നും സൃഷ്ടിച്ചതെന്നാണോ ജഹന്നം അന്നും. ഉമർ ബിൻ ഖത്താബ് എന്നവര് കരയുന്നതാ, അതിനാൽ കറുത്തിരുപാതയും മുഖത്തുള്ളതാ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീകായിലിനെ സംബന്ധിച്ച് ചോദിച്ചു നബി. മീകായിലിന് കരച്ചിൽ കാണാറില്ലല്ലോ പറഞ്ഞപ്പോഴാണ് നരകത്തെ സൃഷ്ടിച്ച നാൾ മുതൽ അത് മീകായിലിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല നബിയെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ ബിൻ ഖത്താബ്? ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയാണ്. ഇസ്ലാമിന് വേണ്ടി ധീരധീരം പ്രവർത്തിച്ചവരാണ്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയാണ്. അവർ നരകത്തെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ് കണ്ണിൻ്റെ ഇരുപാതയും കറുത്തു തുടങ്ങി. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിന്റെ സ്ഥിതി അതായിരുന്നു. നരകത്തെക്കുറിച്ച് ഓർമ്മിച്ചു. പേടിച്ചു സയ്യിദുന ഇബ്നു അബ്ബാസ് വെങ്ങിക്കരഞ്ഞൊരു തോലുപോലെയുണങ്ങി. ശിഷ്യൻ സഈദ് ഇബ്നുൽ ജുബൈർ ഇരു കണ്ണിനും വിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് തോലുപോലും ഉണങ്ങി. എത്രത്തോളം ഉണങ്ങി, ക്ഷീണിതനായി, ദുഃഖം സഹിച്ചുകൊണ്ട്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണിന് കാഴ്ച കുറഞ്ഞു. ഇവരൊക്കെ നരകത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടുള്ള കരച്ചിലാണ് കാണുന്നത്. സിദ്ദീഖുനൽ അക്ബർ പെരുത്തു കരഞ്ഞതാ, ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ. നരകത്തിന്റെ വചനങ്ങൾ ഖുർആനിൽ ഓതുന്ന സമയം കണ്ണുനീര് കണ്ണുനിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന രംഗമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്ന് ജീവിച്ച മഹാനാണ്, നേതാവാണ്. ഇസ്ലാമിൽ നിന്ന് ആദ്യമായി മുസ്ലിം ആണുങ്ങൾ കൂട്ടൽ വിശ്വസിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്ന റൗള ഷരീഫിൽ നബിയോടൊപ്പം ചേർന്ന് കിടക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഈ രീതിയിൽ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ നരകത്തിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഈ രീതിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ? എത്ര രീതിയിൽ കരയേണ്ടവരാണ് സാധുക്കളായ നമ്മൾ. മുത്തുനബി സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബാക്കളാണ് അവരൊക്കെ. എന്നിട്ടും അവർക്ക് നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായിട്ടാണ് കണ്ണുനീരൊഴുക്കുന്നത് അവരൊക്കെ. അള്ളാഹു ആ മഹത്തുക്കളോടൊപ്പം സാധുക്കളായ നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ബന്ധുമിത്രാദികളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ ഫത്ഹുൽ മൗസിലി കരയുന്നതാ, കണ്ണിന്റെ നീരിൽ രക്തവും കലരുന്നതാ. 300 വർഷം തുടരെ ശൈഖുൽ അംബിയാ, കരഞ്ഞെന്ന് പറയുന്നുണ്ടതും ഭയം തന്നെയാ. 300 വർഷം തുടർച്ചയായിട്ട് ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം കരഞ്ഞു എന്നാണ് പറയുന്നത്. 300 വർഷം നരകത്തെ ഓർമ്മിച്ചുകൊണ്ട്, ശിക്ഷയെ ഭയന്നുകൊണ്ട്. അതായിരുന്നു അവരുടെ സ്ഥിതി.
ദാവൂദ് നബി കരയാൻ തുടങ്ങി സുജൂദിലായി. കണ്ണിന്റെ വെള്ളം വീണ് പുല്ല് മുളയ്ക്കലായി. ദാവൂദ് നബി അലൈഹിസ്സലാം കരയാൻ തുടങ്ങിയ സുജൂദിൽ കിടന്നുകൊണ്ട് ആ കണ്ണുനീര് കാരണമായി പുല്ല് മുളയ്ക്കാൻ തുടങ്ങി. അത്രത്തോളം കണ്ണുനീര് വീഴുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ കോപതാൻ എടുക്കുന്നതാ, കുടിക്കാനടുത്താൽ തൽക്ഷണം കരയുന്നതാ, കണ്ണിന്റെ വെള്ളം വീണതും കവിയുന്നതാ, ഇതുപോലെ ഹാലു മുജാഹിദും വിവരിച്ചതാ. വെള്ളം കുടിക്കാനും വേണ്ടി എടുക്കും, എന്നിട്ടോ കരച്ചിൽ, കണ്ണുനീര് കൊണ്ട് ആ കോപ്പ വെള്ളം വയ്ക്കുന്ന പാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ആ രീതിയിലായിരുന്നു അവരൊക്കെയും നാളത്തെ ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ചിന്തിക്കുകയും കരയുകയും ചെയ്തിരുന്നത്. വളരെ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. നമ്മൾ അള്ളാഹു കൽപ്പിച്ച ഇബാദത്തുകളൊന്നും ചെയ്യുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു, എന്നിട്ടോ ധിക്കാരപരമായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം കരയണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ എത്രമാത്രം വിങ്ങിപ്പൊട്ടേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കുക. ജിബിരിയിൽ കഅബത്തിന്റെ കില്ല പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവര് പറയുന്നതായി. എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ, നീ എന്റെ ജിസ്മിനെ സയ്യിദി മറക്കല്ലേ. അത് കണ്ടുകൊണ്ട് റസൂലു നിന്നവിടന്ന് എന്നുള്ള വിവരം നുസ്ഹത്തിൽ പറയുന്നു. സൃഷ്ടാവിനെ പേടിച്ചു നീരൊഴുക്കേണ്ടതാ, ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ. ഔഫ് ബിനു അബ്ദുല്ലാഹി ഇത് പറയുന്നതാ, കരയുന്നതിൽ ഫലം വേറെയും പലതുള്ളതാ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുക. അങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചാൽ ആ കണ്ണുനീര് നമുക്ക് വെറുതെ ആവുകയില്ല. ആ കണ്ണുനീര് നമുക്ക് ഗുണമായി തീരും. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അവരുടെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീര് നാളെ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ജീവിക്കുകയും നിർബന്ധമായ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും നബി പറഞ്ഞു തന്ന കാര്യങ്ങൾ, നബിയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് സുന്നത്തുകൾ മുറുകെ പിടിക്കുകയും, എനിക്കൊരു പരലോക ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടണം, നരകീയമായ ഭവനത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് റബ്ബിനോട് അകമഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ കഴിയുക. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, സത്യവിശ്വാസികളിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഇഷ്ടജനങ്ങൾക്കും ഭാര്യാസന്താനങ്ങൾക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, നമ്മൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളവർ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കബൂലും അബറുമായ ഹജ്ജും സിയാറത്തും കുടുംബസമേതം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമും ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും നൽകി നല്ല മക്കളായിട്ട് അള്ളാഹു വളർത്തട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാവുന്ന സമയം മദീനയിലെത്തി മരണപ്പെടുവാനും ജന്നത്തുൽ ബഖീയിൽ ഖബറടങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്, വിഷമകരമാണ്. എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനം ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.